നമസ്കാരം. അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം തരത്തിലെ കേരള പാഠാവലി 4ാമത്തെ യൂണിറ്റ് പിറന്ന നാടിൻ പെരുമയിൽ. ഈ യൂണിറ്റിലെ അവസാനത്തെ പാഠം ഉണ്ണികൃഷ്ണൻ പുതൂർ എഴുതിയ മുരിങ്ങാമരത്തോപ്പ് എന്ന കഥ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇന്ന് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം: ഒട്ടേറെ സ്ഥലങ്ങളിൽ ജോലി ചെയ്തു, എവിടെയും ഇതുവരെ ഉറച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല. നരേന്ദ്രൻ്റെ മനസ്സിൽ സംഘർഷമുണ്ടാവാനുള്ള കാരണങ്ങൾ എന്തെല്ലാം? നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. നരേന്ദ്രൻ ജനിച്ചു വളർന്നത് നേപ്പാളിലാണ്. എന്നാൽ അവൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നത് അച്ഛൻ്റെ ദേശമായ കേരളമാണ്. ഈ രണ്ടു ദേശങ്ങൾ തമ്മിലുള്ള ആന്തരിക വലിച്ചിഴച്ചിലാണ് അവൻ്റെ മനസ്സിൻ്റെ സ്ഥിരത ഇല്ലാതാക്കുന്നത്. 23 വയസ്സിനിടയ്ക്ക് ഒരിക്കൽ പോലും തൻ്റെ പിതാവിനെ കണ്ടിട്ടില്ലാത്ത നരേന്ദ്രൻ്റെ മനസ്സിൽ അച്ഛനെ കണ്ടെത്തണമെന്ന അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അമ്മയിൽ നിന്ന് കേട്ടറിഞ്ഞ അറിവുകൾ മാത്രമേ അയാൾക്ക് അച്ഛനെക്കുറിച്ചുണ്ടായിരുന്നുള്ളൂ. അച്ഛൻ്റെ നാട് കേരളമാണെന്നും അദ്ദേഹം ഒരു മലയാളിയാണെന്ന് മാത്രമേ നരേന്ദ്രന് അറിയാമായിരുന്നുള്ളൂ. ഓരോ സ്ഥലത്ത് ജോലി ചെയ്യുമ്പോഴും അവൻ്റെ മനസ്സ് അച്ഛനെ തേടിക്കൊണ്ടിരുന്നു. ജോലി എന്നതിനേക്കാൾ ഉപരി അച്ഛനെ തേടിയുള്ള അന്വേഷണമായിരുന്നു അവൻ നടത്തിയിരുന്നത്. അച്ഛനെ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന വസ്തുത നരേന്ദ്രൻ്റെ ജീവിതത്തിൽ വലിയ വൈകാരിക ശൂന്യത സൃഷ്ടിക്കുന്നു. അമ്മ മരണപ്പെട്ടതോടുകൂടി നരേന്ദ്രൻ ഒറ്റപ്പെട്ടു. അമ്മയുടെ ഓർമ്മകളും സ്വന്തം അസ്തിത്വത്തെക്കുറിച്ചുള്ള സംശയങ്ങളും അവൻ്റെ മനസ്സിനെ അലട്ടുന്നു. എവിടെയും ഉറച്ചു നിൽക്കാൻ കഴിയാത്തത് അവൻ്റെ മാനസിക സ്ഥിരതയുടെ പ്രതിഫലനമാണ്. ഉള്ളിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു സ്വന്തം ദേശം ഇല്ലാത്തതുകൊണ്ട് പുറമേയുള്ള ജീവിതത്തിലും സ്ഥിരത കൈവരിക്കാനാവുന്നില്ല. നരേന്ദ്രൻ്റെ സംഘർഷം കേവലം തൊഴിൽ പ്രശ്നമോ ജീവിത പരാജയമോ അല്ല. അത് ദേശം, ഓർമ്മ, സ്വപ്നം, സ്വത്വം എന്നിവ ചേർന്നുണ്ടാകുന്ന ആന്തരിക സംഘർഷമാണ്. അടുത്ത ചോദ്യം: പച്ചക്കുണുക്കിട്ട് കാറ്റിലാടി ഉലയുന്ന പുന്നമര സുന്ദരികൾ, മണൽ പരപ്പിൽ വളർന്നു നിൽക്കുന്ന രാമച്ച കാടുകൾ, നാട്ടുമാവുകൾ, പായൽ കുളങ്ങൾ, കൈത്തോടുകൾ, തോടുകൾക്കിരുപുറവും കരവെച്ച പൂക്കൈതകൾ, അറ്റക്കഴകൾ. ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിലേക്കുള്ള പ്രയാണം അവിസ്മരണീയമാണ്. കേരളത്തിൽ എത്തിപ്പെടുക നരേന്ദ്രൻ്റെ ലക്ഷ്യമായിരുന്നു. കേരളത്തിൽ എവിടെയോ ഒരു ഭാഗത്ത് കിടക്കുന്നു അച്ഛൻ്റെ ജന്മനാട്. അച്ഛൻ്റെ ജന്മദേശത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നരേന്ദ്രനിൽ സൃഷ്ടിക്കുന്ന വൈകാരിക അനുഭവങ്ങൾ എന്തെല്ലാം? മറ്റു സന്ദർഭങ്ങൾ കൂടി വിശകലനം ചെയ്ത് കണ്ടെത്തലുകൾ അവതരിപ്പിക്കുക. അച്ഛനെ ഒരിക്കലും കണ്ടിട്ടില്ലെങ്കിലും അച്ഛൻ്റെ നാടിൻ്റെ മനോഹരമായ വർണ്ണനകൾ വഴി നരേന്ദ്രന് ആ ദേശത്തോട് ആത്മബന്ധം രൂപപ്പെടുന്നു. ദേശം അച്ഛൻ്റെ പ്രതിനിധിയായി അവൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്നു. അച്ഛൻ്റെ നാടിനെക്കുറിച്ചുള്ള ഓർമ്മകൾ നരേന്ദ്രനിൽ ഗൃഹാതുരത്വവും ആകാംക്ഷയും സൃഷ്ടിക്കുന്നു. അതോടൊപ്പം കൗതുകവും ആഹ്ലാദവും നൽകുന്നു. പിതൃദേശത്തിൻ്റെ സൗന്ദര്യവും വിശുദ്ധിയും അനിർവചനീയമായ അനുഭൂതി അയാൾക്ക് പകർന്നു നൽകുന്നുണ്ട്. അമ്മയുടെ വാക്കുകളിലൂടെ അച്ഛൻ്റെ നാടിനോടുള്ള ആത്മബന്ധവും അഭിമാനവും അവൻ്റെ മനസ്സിൽ വളരുന്നു. എന്നാൽ അതോടൊപ്പം പിതാവിൻ്റെ മനസാക്ഷിയില്ലാത്ത പെരുമാറ്റം നരേന്ദ്രനിൽ വൈരാഗ്യവും വെറുപ്പും സൃഷ്ടിക്കുന്നുണ്ട്. അമ്മയെ പറഞ്ഞു പറ്റിച്ച് ഒളിച്ചോടിപ്പോയ പട്ടാളക്കാരനായ പിതാവിനോടുള്ള അമർഷവും അയാളിൽ വളർന്നു വരുന്നുണ്ട്. ഈ വർണ്ണനകൾ നരേന്ദ്രനെ യാഥാർത്ഥ്യത്തിൻ്റെ കഠിനതയിൽ നിന്ന് അകറ്റി ഒരു സങ്കല്പ ലോകത്തിലേക്ക് നയിക്കുന്നു. അവൻ്റെ മനസ്സിൽ കേരളം ഒരു സ്വപ്നദേശമായി മാറുന്നു. അവിടെ വേദനകളില്ല, അപമാനങ്ങളില്ല. ഞാൻ ആരാണ് എന്ന ചിന്ത അവനിൽ ശക്തമാകുന്നതോടൊപ്പം തൻ്റെ സ്വത്വത്തിൻ്റെ ഒരു ഭാഗം ആ ദേശത്തിലാണെന്ന ബോധം അവനെ മാനസികമായി ആ ദേശത്തോട് ബന്ധിപ്പിക്കുന്നു. ഇനി അടുത്ത ചോദ്യം: നരേന്ദ്രൻ്റെ പൊള്ളുന്ന മനസ്സിൻ്റെ ഉള്ളറയിൽ തെല്ലുനേരം സാന്ത്വനത്തിൻ്റെ കുളിർക്കാറ്റ് വീശിയോ? ഇരുൾ മൂടിയ സന്ധ്യ മുരിങ്ങാമരത്തോപ്പുകളെയും പുന്നമരക്കൂട്ടങ്ങളെയും തന്നിൽ നിന്ന് അകറ്റുകയാണെന്ന ബോധം അവനെ അസ്വസ്ഥനാക്കി. ഇത്തരം വാക്യങ്ങൾ കഥാസന്ദർഭത്തെ ഭാവസാന്ദ്രമാക്കുന്നത് എങ്ങനെ? വിശകലനം ചെയ്യുക. പൊള്ളുന്ന മനസ്സിൻ്റെ ഉള്ളറയിൽ സാന്ത്വനത്തിൻ്റെ കുളിർക്കാറ്റ് എന്ന പ്രയോഗത്തിൽ നരേന്ദ്രൻ്റെ ഉള്ളിലെ വേദനയെ പൊള്ളൽ എന്ന അനുഭവമായി അവതരിപ്പിക്കുന്നു. അതിന് എതിർധ്രുവമായി കുളിർക്കാറ്റ് എത്തുമ്പോൾ അവൻ്റെ മനസ്സിലെ ചെറിയ ആശ്വാസം പ്രകൃതിയുടെ ഭാഷയിലൂടെയാണ് പ്രകടമാകുന്നത്. ആദ്യ വാക്യം അവൻ്റെ മനസ്സിൽ ഉദിച്ച ചെറുതായെങ്കിലും ആശ്വാസത്തെ സൂചിപ്പിക്കുമ്പോൾ രണ്ടാം വാക്യം
ആ ആശ്വാസം നഷ്ടപ്പെടുന്നതിൻ്റെ വേദനയെയാണ് അവതരിപ്പിക്കുന്നത്. പൊള്ളൽ, കുളിർ, ഇരുൾ, കാഴ്ച എന്നീ വിരുദ്ധാവസ്ഥകൾ വാക്യങ്ങളിൽ ഉപയോഗിച്ചതിലൂടെ വികാര തീവ്രത വർദ്ധിക്കുന്നു. സന്തോഷവും ആശ്വാസവും നൈമിഷികമാണെന്ന ചിന്ത വളരുന്നു. ഇരുൾ മൂടിയ സന്ധ്യയിൽ മുരിങ്ങാമരത്തോപ്പുകളും പുന്നമരങ്ങളും കണ്ണിൽ നിന്നും മറയുന്നത് വെറും പ്രകൃതി മാറ്റമല്ല, അത് നരേന്ദ്രൻ്റെ ഹൃദയത്തിൽ ചേർത്തുവെച്ച സ്വപ്നദേശത്തിൻ്റെ ദൃശ്യങ്ങൾ അകന്നു പോകുന്നതിൻ്റെ പ്രതീകമാണ്. ഈ ബോധമാണ് അവനെ അസ്വസ്ഥനാക്കുന്നത്. ഈ ഭാഷാപ്രയോഗങ്ങൾ വായനക്കാരനെ വെറും നിരീക്ഷകനാക്കി നിർത്തുന്നില്ല, നരേന്ദ്രൻ്റെ മനസ്സിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അവൻ്റെ സാന്ത്വനവും അസ്വസ്ഥതയും വായനക്കാരനും അനുഭവിക്കുന്നു. ഇനി അടുത്ത ചോദ്യം. ചീനവലകൾക്ക് മുകളിൽ പൊന്മകൾ ഉറങ്ങുന്നു. ചീനവലകൾക്ക് മുകളിൽ ഉറക്കം നടിച്ചിരിക്കുന്ന പൊന്മകൾ. പിതാവിൻ്റെ ജന്മദേശത്തെ വർണ്ണിക്കുന്നു. പിതാവിൻ്റെ ജന്മദേശത്തെക്കുറിച്ചുള്ള വർണ്ണന. അടിവരയിട്ട പദജോഡികൾ തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുക. കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക. ഉറങ്ങുന്നു എന്നത് ക്രിയയാണ്, അതായത് പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു. ഉറക്കം അതേ ക്രിയയിൽ നിന്നുണ്ടായ നാമമാണ്. ഇവിടെ ഉറങ്ങുന്നു എന്ന പ്രവർത്തനം അല്ലെങ്കിൽ ക്രിയ ഉറക്കം എന്ന അവസ്ഥയായി നാമരൂപത്തിൽ മാറുന്നു. അടുത്തത് വർണ്ണിക്കുന്നു എന്നുള്ളത് ക്രിയയാണ്. വർണ്ണന അതേ ക്രിയയിൽ നിന്ന് രൂപപ്പെട്ട ക്രിയാനാമമാണ്. വർണ്ണിക്കുന്നു എന്ന പ്രവർത്തനം വർണ്ണന എന്ന നാമമായി മാറുന്നു. ഇതാണ് രണ്ട് പദജോഡികളിലെ സവിശേഷതകൾ. ഇനി അടുത്ത ചോദ്യം. തൻ്റെ പിതാവിനെ കണ്ടുമുട്ടിയതിനു ശേഷം നരേന്ദ്രൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകൾ എന്തൊക്കെയാവാം? അവ സങ്കല്പിച്ച് എഴുതുക. പിതാവിനെ കണ്ടുമുട്ടിയ ശേഷം നരേന്ദ്രൻ്റെ മനസ്സിൽ ഉദിക്കുന്ന ചിന്തകൾ സന്തോഷവും ആശ്വാസവും മാത്രമല്ല, വേദന, സംശയം, സ്വത്വബോധം, അപൂർണത, പ്രതീക്ഷ എന്നിവ ചേർന്ന സങ്കീർണമായ വികാരങ്ങളുടെ ഒഴുക്കാണ്. എന്തൊക്കെയായിരിക്കാം മനസ്സിൽ ഉദിച്ച ചോദ്യങ്ങൾ? ഇത്ര വർഷങ്ങളായി ഞാൻ ഉള്ളിൽ ചുമന്നു നടന്നിരുന്ന ആ മുഖം ഇതായിരുന്നു. എൻ്റെ മനസ്സിൽ പണിതുയർത്തിയ ആ രൂപത്തോട് സാമ്യമുണ്ടോ ഈ മനുഷ്യന്? അമ്മയുടെ വാക്കുകളിൽ പിറന്ന ദേശവും എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ അച്ഛനും ഒരേ സത്യത്തിൻ്റെ രണ്ട് രൂപങ്ങളാണോ? ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഒരുപാട് ഉത്തരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും എവിടെയാണ് എൻ്റെ സ്ഥാനം എന്ന ചോദ്യം ഇനിയും എൻ്റെ നെഞ്ചിൽ കുരുങ്ങിക്കിടക്കുന്നു. ഇത്രയും വർഷങ്ങളായി ഞാൻ തേടിയിറങ്ങിയ യാത്ര അവസാനിച്ചുവെന്ന തോന്നലുണ്ടെങ്കിലും ജീവിതത്തിൻ്റെ പുതിയൊരു യാത്ര ഇവിടെ നിന്നാണോ തുടങ്ങുന്നതെന്ന്. ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ നരേന്ദ്രൻ്റെ മനസ്സിലൂടെ കടന്നു പോകാം. ഇനി അടുത്ത ചോദ്യം വായിക്കാം. പ്രമേയം, ആഖ്യാന രീതി, ഭാഷ തുടങ്ങിയവ പരിഗണിച്ച് കഥയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക. കഥയുടെ കേന്ദ്രപ്രമേയം ദേശാനുഭവമാണ്. എന്നാൽ അത് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അമ്മയുടെ വാക്കുകളിലൂടെ മനസ്സിൽ പിറന്ന പിതാവിൻ്റെ ദേശമാണ്. മകൻ്റെ മനസ്സിൽ അമ്മ പതിപ്പിച്ച അച്ഛൻ്റെ ദേശത്തിൻ്റെ മായാത്ത മുദ്രയാണ് മുരിങ്ങാമരത്തോപ്പ്. ഇരട്ട ദേശബന്ധം മൂലമുണ്ടാകുന്ന സ്വത്വസംഘർഷം, അച്ഛൻ്റെ അഭാവം സൃഷ്ടിക്കുന്ന മാനസിക ശൂന്യത, ഓർമ്മയും യാഥാർത്ഥ്യവും തമ്മിലുള്ള സംഘർഷം എന്നിവ കഥയുടെ പ്രമേയത്തെ സമ്പന്നമാക്കുന്നു. കഥാഖ്യാനം പ്രധാനമായും നരേന്ദ്രൻ്റെ മാനസിക ലോകത്തിലൂടെയാണ് മുന്നോട്ടു പോകുന്നത്. പുറം സംഭവങ്ങളേക്കാൾ ഉള്ളിലുണ്ടാകുന്ന ചിന്തകളും വികാരങ്ങളുമാണ് കഥയുടെ ചലനശക്തി. പ്രകൃതി വർണ്ണനകൾ കഥാപാത്രത്തിൻ്റെ മനോഭാവങ്ങളോട് ചേർത്ത് അവതരിപ്പിക്കുന്നതിനാൽ ആഖ്യാനം ആത്മകഥാപരമായ ഒരു ലാളിത്യവും ആഴവും കൈവരിക്കുന്നു. ഓർമ്മകളും അനുഭവങ്ങളും തമ്മിൽ ഇടകലരുന്ന ശൈലി കഥയെ ഭാവസാന്ദ്രമാക്കുന്നു. ലളിതമായ ഭാഷയിൽ തന്നെ ആഴമുള്ള വികാരങ്ങൾ പകർന്നു നൽകാൻ എഴുത്തുകാരന് കഴിഞ്ഞിരിക്കുന്നു. മുരിങ്ങാമരങ്ങൾ, പുന്നമരങ്ങൾ, പുഴ, കടൽ തുടങ്ങിയ പ്രകൃതി ചിത്രങ്ങൾ വെറും പശ്ചാത്തലമല്ല, കഥാപാത്രത്തിൻ്റെ മനസ്സിൻ്റെ പ്രതീകങ്ങളാണ്. പൊള്ളുന്ന മനസ്സിൻ്റെ ഉള്ളറയിൽ സാന്ത്വനത്തിൻ്റെ കുളിർക്കാറ്റ് പോലുള്ള പ്രയോഗങ്ങൾ ഭാഷയുടെ സൗന്ദര്യവും വികാര തീവ്രതയും വർദ്ധിപ്പിക്കുന്നു. ദേശമെന്നത് ഭൗതികത മാത്രമല്ല, ഓർമ്മകളും സ്വപ്നങ്ങളും വികാരങ്ങളും ചേർന്ന അനുഭവമാണെന്ന് ഈ കഥ ശക്തമായി ഓർമ്മിപ്പിക്കുന്നു. അടുത്ത ചോദ്യം. നിങ്ങളുടെ ദേശത്തിൻ്റെ പ്രകൃതി ഭംഗിയും സാംസ്കാരിക തനിമയും മറ്റു സവിശേഷതകളും ഉൾപ്പെടുത്തി സർഗാത്മക രചനകൾ, റീലുകൾ, ലഘു ഡോക്യുമെൻ്ററികൾ എന്നിവ തയ്യാറാക്കുക. ഈ യൂണിറ്റിൽ പരിചയപ്പെട്ട പാഠഭാഗങ്ങൾ മനസ്സിലാക്കി
ദേശത്തെക്കുറിച്ചുള്ള പ്രത്യേകതകൾ മനസ്സിലാക്കുകയും ഇതുപോലെ നിങ്ങൾ ജീവിക്കുന്ന ദേശം അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിലുള്ള ദേശം, നിങ്ങൾ ജീവിക്കുന്ന സ്ഥലം മാത്രമല്ല, നിങ്ങൾക്ക് ഓർമ്മയിലുള്ള ദേശം, നിങ്ങൾ സന്ദർശിച്ച ദേശം, നിങ്ങളുടെ സ്വപ്നദേശം എന്നിവയൊക്കെ കൂടിക്കലർത്തി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർഗാത്മക രചനകൾ, അത് കഥയാവാം, കവിതയാകാം, ചിത്രങ്ങളാവാം, അതുമല്ലെങ്കിൽ റീലുകളോ ഡോക്യുമെൻ്ററികളോ തയ്യാറാക്കാം എന്നാണ് ചോദ്യം. ഇനി നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് വരാം. ദേശം എഴുത്തുകാരെയും സാഹിത്യകൃതികളെയും സ്വാധീനിച്ചതിലെ വൈവിധ്യം പരിചയപ്പെട്ടല്ലോ. യൂണിറ്റിലെ രചനകളും നിങ്ങളുടെ വായനാനുഭവങ്ങളും അടിസ്ഥാനമാക്കി ദേശവും എഴുത്തും എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്ന ഏറ്റവും ശക്തമായ ഘടകങ്ങളിൽ ഒന്നാണ് ദേശബോധം. ജനിച്ചു വളർന്ന നാട്, ജീവിക്കേണ്ടി വന്ന ഇടങ്ങൾ, നഷ്ടപ്പെട്ട ദേശങ്ങൾ, സ്വപ്നദേശങ്ങൾ ഇവയെല്ലാം മനുഷ്യൻ്റെ ഓർമ്മകളിലും വികാരങ്ങളിലും ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദേശം എഴുത്തുകാരെയും അവരുടെ സാഹിത്യകൃതികളെയും വ്യത്യസ്തമായ രീതിയിൽ സ്വാധീനിക്കുന്നതായി നാം കാണുന്നു. ദേശവും എഴുത്തും എന്ന ആശയം സാഹിത്യത്തിൻ്റെ ആന്തരിക ശക്തി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. എഴുത്തുകാരൻ്റെ ദേശാനുഭവം അവൻ്റെ ഭാഷയിലും പ്രമേയങ്ങളിലും കഥാപാത്രങ്ങളിലുമെല്ലാം പ്രതിഫലിക്കുന്നു. ഗ്രാമജീവിതത്തിൽ നിന്നുയർന്ന എഴുത്തുകളിൽ പ്രകൃതിയും നാടൻ ജീവിത രീതികളും നാട്ടുഭാഷയും ശക്തമായി ഇടം പിടിക്കുന്നു. അതേസമയം നഗരജീവിതം അനുഭവിക്കുന്ന എഴുത്തുകളിൽ തിരക്കുകളും ഒറ്റപ്പെടലും യാന്ത്രികതയും പ്രതിഫലിക്കുന്നതായി കാണാം. ഇങ്ങനെ ദേശം ഓരോ എഴുത്തുകാരനും വ്യത്യസ്തമായ അനുഭവ ലോകമാണ് സമ്മാനിക്കുന്നത്. യൂണിറ്റിലെ രചനകൾ പരിശോധിക്കുമ്പോൾ ദേശാനുഭവത്തിൻ്റെ വൈവിധ്യം വ്യക്തമായി ബോധ്യപ്പെടുന്നു. മുരിങ്ങാമരത്തോപ്പ് പോലുള്ള കഥകളിൽ ദേശം ഒരു ഭൗതിക ഇടം മാത്രമല്ല, ഓർമ്മകളും ഭാവനയും ചേർന്ന ഒരു വൈകാരിക ലോകമാണ്. നരേന്ദ്രൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പിതാവിൻ്റെ ദേശം അമ്മയുടെ വാക്കുകളിലൂടെ ഹൃദയത്തിൽ പണിതുയർത്തുന്നു. ഇവിടെ ദേശം മനുഷ്യൻ്റെ മനസ്സിലെ ആശ്വാസവും സംഘർഷവും ഒരുപോലെ സൃഷ്ടിക്കുന്ന ശക്തിയായി മാറുന്നു. പ്രവാസ സാഹിത്യത്തിൽ ദേശത്തിൻ്റെ സ്വഭാവം മറ്റൊരു തലത്തിലാണ്. ജനിച്ചു വന്ന നാടിനോടുള്ള അകലം, നഷ്ടബോധം, തിരിച്ചു പോകണമെന്ന ആഗ്രഹം ഇവയെല്ലാം പ്രവാസ എഴുത്തുകളിൽ ശക്തമായി പ്രതിഫലിക്കുന്നു. ഒരിടത്തും പൂർണ്ണമായി സ്വന്തമാകാൻ കഴിയാത്ത അവസ്ഥ എഴുത്തുകാരനെ ഉള്ളിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ ദേശം എഴുത്തിലൊരു വേദനയായും ഒരേ സമയം ഒരു സ്വപ്നമായും മാറുന്നു. എഴുത്തുകാരൻ്റെ ദേശം അവൻ്റെ ഭാഷയെ പോലും സ്വാധീനിക്കുന്നു. നാടൻ പ്രയോഗങ്ങൾ, പ്രാദേശിക വാക്കുകൾ, നാട്ടുചിത്രങ്ങൾ എന്നിവ കൃതിക്ക് സവിശേഷമായ ആത്മാവ് നൽകുന്നു. ഇതാണ് സാഹിത്യകൃതികളെ ജീവനുള്ള അനുഭവങ്ങളാക്കുന്നത്. ദേശത്തിൻ്റെ മണവും ശബ്ദവും നിറവും എഴുത്തിലൂടെ വായനക്കാരനിലേക്ക് എത്തുമ്പോൾ വായന ഒരു അനുഭവമായി മാറുന്നു. പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ ഏവരും ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.